മുഖ്യൻ്റെ കുണുവാവകൾ ഒന്നും ചെയ്യില്ലത്രേ. അതായത് ഈ കരിങ്കൊടി പ്രതിഷേധവും ആളുകളുടെ തലയടിച്ചു പൊട്ടിക്കലും ഈ ഗവർണർക്ക് നേരെ ഉയർത്തിയ ഈ ഗുണ്ടായിസവുമൊന്നും മുഖ്യൻ്റെ കുണുവാവകൾ ചെയ്യില്ല എന്നാണ് മുഖ്യൻ പറയുന്നത്. ഗവർണർക്കെതിരെ പ്രതിഷേധിച്ച SFI പ്രവർത്തകരെ ന്യായീകരിക്കുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ. പ്രതിഷേധിച്ചത് ഗുണ്ടകളോ ക്രിമിനലുകളോ അല്ലത്രേ, ഭാവി വാഗ്ദാനങ്ങളായ വിദ്യാർത്ഥികളാണെന്നാണ് പിണറായി പറയുന്നത്. ഗവർണർ കണ്ടതുപോലെ അവർ ഗുണ്ടകളോ ക്രിമിനലോ അല്ല. അദ്ദേഹം ഉപയോഗിച്ച മറ്റു വിശേഷണ പദങ്ങളൊന്നും ചേരുന്നവരല്ല പ്രതിഷേധം നടത്തിയത്. നമ്മുടെ നാടിൻ്റെ ഭാവി വാഗ്ദാനങ്ങളായ വിദ്യാർത്ഥികളാണ്. അവരുടെ മേഖലയിൽ ചെയ്യാൻ പാടില്ലാത്ത കാര്യം ചാൻസലർ എന്ന നിലയ്ക്ക് അദ്ദേഹം ചെയ്തപ്പോൾ ആ നടപടിയെ ചോദ്യം ചെയ്യുകയാണ് ഉണ്ടായതെന്ന് മുഖ്യൻ പറഞ്ഞു. കോഴിക്കോട് മിഠായിത്തെരുവിൽ സന്ദർശനം നടത്തിയ ഗവർണർ പ്രോട്ടോകോൾ ലംഘിച്ചെന്ന് മുഖ്യമന്ത്രി ആരോപിച്ചു. ഉന്നത സ്ഥാനത്തിരിക്കുന്ന ഒരു വ്യക്തി ഇത്തരത്തിൽ പ്രോട്ടോകോളെല്ലാം ലംഘിച്ച് തോന്നിയതുപോലെ ഇറങ്ങി നടക്കുന്നത് അനുകരണീയമായ മാതൃകയല്ല. ചെയ്തത് തെറ്റാണ്. അദ്ദേഹം മിഠായിത്തെരുവിൽ പോയി എല്ലാ കടകളിലും കയറി അലുവ രുചിച്ചു നോക്കി. അത് നന്നായി. മിഠായിത്തെരുവിനൊരു പ്രശസ്തിയായി. മിഠായിത്തെരുവ് നേരത്തെ തന്നെ പ്രശസ്തമാണ്. ഇത് ഗവർണറും കേട്ടിരിക്കാം. അതിനാലാവാം അങ്ങോട്ട് പോയത്. ഗവർണർക്കെതിരെ പ്രതിഷേധമുയർന്നത് അദ്ദേഹം ചെയ്ത പ്രവൃത്തിക്കെതിരെയാണ്. അതിന് മറ്റു മാനങ്ങൾ കാണേണ്ടതില്ല എന്നാണ് പിണറായി പറയുന്നത്. ഗവർണർക്ക് സുരക്ഷയൊരുക്കാനുള്ള ഉത്തരവാദിത്വം കേരള പോലീസിനുണ്ട്. സുരക്ഷ ഒരുക്കേണ്ടത് സർക്കാരിൻ്റെ ചുമതലയെന്നാണ് പിണറായി വിജയൻ പറയുന്നത്. അതായത് SFI പ്രവർത്തകർ എന്ത് തോന്നിവാസം നാട്ടിൽ കാണിച്ചാലും, ആർക്കെതിരെ കയ്യോങ്ങിയാലും, ആരുടെ തല ചെടിച്ചെടി കൊണ്ടോ ഹെൽമറ്റ് കൊണ്ടോ അടിച്ചൊടിച്ചാലും, ആരുടെ തല പൊട്ടിച്ചാലും അതൊക്കെ അവർ ഭാവിയുടെ വാഗ്ദാനങ്ങളായ കുട്ടികളായതുകൊണ്ട് അവർ ക്രിമിനലോ ഗുണ്ടകളോ അല്ല എന്നാണ് മുഖ്യൻ പറയുന്നത്. ഇത് മറ്റേതെങ്കിലും യുവജന സംഘടനയാണ് ചെയ്തതെങ്കിൽ, യൂത്ത് കോൺഗ്രസ്സോ യുവമോർച്ചയോ ABVP അങ്ങനെ ഏതെങ്കിലും ഒരു സംഘടനയാണ് ഇത് ചെയ്തത് എങ്കിൽ മുഖ്യമന്ത്രിയുടെ പ്രതികരണം ഇത്രത്തോളം സ്നേഹവായ്പോടുകൂടിയാകുമോ എന്നുള്ളതാണ് ചോദ്യം. അതായത് മുഖ്യന് സംരക്ഷണം ഒരുക്കുന്ന പോലീസിനേക്കാൾ മേലെയാണ് SFIയിലെ മുഖ്യൻ തന്നെ വിശേഷിപ്പിക്കുന്ന ഭാവി വാഗ്ദാനങ്ങൾ. അവർ കേരളത്തിൽ കാട്ടിക്കൂട്ടുന്ന ഇപ്പോഴത്തെ ഈ ക്രിമിനലിസം കണ്ടില്ല എന്ന് നടിക്കാൻ മുഖ്യന് മാത്രമേ കഴിയൂ. കേരളത്തിലെ ജനങ്ങൾക്ക് കഴിയില്ല. പിന്നെ അവർ ഭാവി വാഗ്ദാനമാണെന്ന് പറഞ്ഞാൽ കോപ്പിയടിച്ചും പരീക്ഷ പാസ്സാവാതെ ജയിപ്പിച്ചും ഇല്ലാത്ത സർട്ടിഫിക്കറ്റുകൾ ഉണ്ടാക്കിയും പിൻവാതിൽ നിയമനം നടത്തിയുമൊക്കെ മുന്നോട്ട് പോകുന്ന ഭാവി വാഗ്ദാനങ്ങളെ കേരളത്തിലെ ജനങ്ങൾ കണ്ടില്ലെന്ന് നടിക്കാതിരുന്നാൽ മതി.